പാതിരാത്രിയിലും സജീവമായി CCTV സ്റ്റുഡിയോ. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം നടത്തുന്നതിന് ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജമാക്കിയ സ്റ്റുഡിയോയാണ് പാതിരാത്രിയിലും സജീവമായി പ്രവർത്തിച്ചത്. വ്യാഴാഴ്ച രാവിലെ ആരംഭിച്ച മത്സരങ്ങൾ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്കാണ് സമാപിച്ചത്. വേദി 3-ൽ നടന്ന കോൽക്കളിയും വേദി 7-ൽ നടന്ന ചവിട്ടുനാടകവുമാണ് നേരം പുലരുവോളം നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അരങ്ങേറിയത്. മത്സരങ്ങളുടെ സമാപനം വരെയുള്ള തത്സമയ സംപ്രേഷണമാണ് നടന്നത്. കൂടാതെ പുലർച്ചെ 2 മണിവരെയുള്ള സമയത്ത് മത്സരങ്ങളിൽ വിജയികളായവരെ പരിചയപ്പെടുത്തുകയും മത്സരത്തിനൊരുങ്ങിയതിന്റെയും വേദിയിലെ അനുഭവങ്ങളുടെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും കലാപ്രകടനം അവതരിപ്പിക്കുകയും ചെയ്തതിനുള്ള വേദിയായി മാറിയ സ്റ്റുഡിയോ പ്രവർത്തന സജ്ജമായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്ന് വിജയികളായ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്റ്റുഡിയോയിലെത്തുമ്പോൾ സമയം പുലർച്ചെ 1:30 കലാവതരണവും സെൽഫി എടുപ്പുമായി കുട്ടികൾ സ്റ്റുഡിയോയിൽ സജീവമായി. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തത്സമയ സംപ്രേഷണം ഇടതടവില്ലാതെ നടത്തുന്ന CCTVയുടെ പ്രവർത്തനത്തെ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC ശ്ലാഘിച്ചു. പലപ്പോഴും രാത്രികാലങ്ങളിലേക്ക് കലോത്സവം നീണ്ടു കഴിയുമ്പോൾ 10 മണിക്കും 11 മണിക്കും ഒക്കെ ചാനലുകാരും എല്ലാം നിർത്തിപ്പോയി കഴിയുമ്പോൾ പല കുട്ടികൾക്കും അതിനുശേഷം വരുന്ന റിസൾട്ടുകൾ അത് പുറത്തേക്ക് അറിയിക്കാനും എല്ലാം ബുദ്ധിമുട്ട് വരും. ആ സമയത്താണ് കുന്നംകുളത്തിൻ്റെ പ്രാദേശിക ചാനലായിരിക്കുന്ന CCTV ഈ സമയം ഇപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു വീഡിയോ തരുമ്പോൾ സമയം 1:30 ഈ 1:30 വെളുപ്പിന് 1:30 ബദനി സെന്റ് ജോൺസ് സ്കൂളിലെ CCTVയുടെ സ്റ്റുഡിയോ ഫ്ലോർ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രവർത്തകരെയും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെയും കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും നൽകുന്ന ടീമിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ഈ കലോത്സവത്തിലൂടെ കേരളവും ലോകവും മുഴുവനും നമ്മുടെ CCTVയുടെ ആ ഒരു പേരും പ്രശംസയും എല്ലാം എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. പ്രധാന വേദികളിൽ നിന്നുള്ള മത്സരങ്ങളുടെ തത്സമയ കാഴ്ചകൾ ജില്ലയിലെ 5 ലക്ഷത്തിലധികം കുടുംബങ്ങളിലേക്കാണ് CCTV എത്തിക്കുന്നത്. ടീം CCTV.